ഇൻഡിപെൻഡൻസ് ആഘോഷിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് ആഘോഷിക്കണം. അതിനുവേണ്ടി വി ഹാവ് ടു വെൽ പ്രിപ്പയർഡ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കറണ്ട് പൊസിഷൻ അറിയാമെന്നുള്ളതാണ്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ക്രിയേറ്റിംഗ് എ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ ദ പ്രസൻറ്റ് നീഡ്സ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ്. നമ്മൾ ഇന്നത്തെ ആവശ്യങ്ങൾക്കും ഭാവിയിലുള്ള ആവശ്യങ്ങൾക്കിടയിലുള്ള കൃത്യമായ ഒരു ബാലൻസിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പല ആവശ്യങ്ങളുണ്ട്, അതിനുവേണ്ടി നമ്മൾ എത്ര പ്രിപ്പയർഡ് ആണ്, അതുപോലെ ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്ര പ്രിപ്പയർഡ് ആണെന്നുള്ളത്. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ബഡ്ജറ്റിംഗ് ആണ്. അപ്പോൾ ബഡ്ജറ്റിംഗ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സ്പെൻസസ് ഒക്കെ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നമ്മൾ ഇൻകം ഒരു സൈഡിൽ എഴുതുക, നെക്സ്റ്റ് സൈഡിൽ നമ്മൾ എവിടെയൊക്കെയാണ് എക്സ്പെൻസസ് വരിക. അപ്പോൾ ആ നോട്ട് ഡൗൺ ചെയ്തതോടെ നമുക്ക് മനസ്സിലാവും കൂടുതലായിട്ട് എമൗണ്ട് എവിടെയൊക്കെയാണ് പോകുന്നത്. അടുത്ത മാസം മുതൽ, അടുത്ത ആഴ്ച മുതൽ നമ്മളത് ചെറുങ്ങനെ കട്ട് ഡൗൺ ചെയ്യുക. കൂടുതലായിട്ട് ചിലവാക്കുന്നത്, ആവശ്യത്തിലധികം വാങ്ങുന്നത്, ഓഫേഴ്സിൻ്റെ പുറകിൽ പോകുന്നത്, അതൊക്കെ നമ്മളെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ ബാധിക്കും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങുക, നെസസറി ആയ കാര്യങ്ങൾ മാത്രം അതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കൊരു കൃത്യമായൊരു ബെറ്ററായൊരു സ്പെൻഡിങ് ഹാബിറ്റ് വേണം. അത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഞാൻ ഈ ഒരു മാസം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആക്ച്വൽ ഇൻഡിപെൻഡൻസ് ആഘോഷിക്കുന്ന മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഞാനിത് നൽകുന്നു നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ സ്റ്റാറ്റസിൽ കൊടുക്കാം, രഞ്ജീസ് കാഷ്വൽ ടോക്ക്. നിങ്ങളെല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.